ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ യൂട്യൂബിൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. വളരെ ഈസി ആയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. പുതുതായി യൂട്യൂബിൽ ചാനൽ തുടങ്ങിയവർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യണം. അതിനെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കാണാത്തവരായി എന്നെങ്കിൽ എന്തായാലും ഒന്ന് പോയി കാണണം കേട്ടോ. അപ്പോൾ അതിലെങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചും ചെയ്തിട്ടുണ്ട്. ഇനി എങ്ങനെയാണ് ഒരു ഷോർട്ട് അപ്ലോഡ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് ഒത്തിരി അറിവുകളൊന്നും ഇല്ലെങ്കിലും ഈ ഇടയ്ക്ക് ഞാൻ പഠിച്ച കാര്യങ്ങളും നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളും ഒന്നും അറിയാത്തവരായ കുറേ പേരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമ്മൾ യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുക. നമ്മൾ യൂട്യൂബിൽ പോയി യൂട്യൂബ് ചാനൽ ഓപ്പൺ ആക്കുക. യൂട്യൂബ് ചാനൽ ഓപ്പൺ ആയതിന് ശേഷം അതിൽ നമുക്ക് താഴെയായിട്ട് ഒരു പ്ലസ് അടയാളത്തിൽ ഒരു ചിഹ്നം ഉണ്ടാവും. ആ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇതുപോലെ പ്ലസ് അടയാളത്തിലൊരു ചിഹ്നം, അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ അടുത്ത് ഷോർട്ട് വീഡിയോ അങ്ങനെ കാണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഷോർട്ട് എടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി വീഡിയോ നമ്മൾ ഫോണിൽ ചെയ്തിട്ടേക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് ആ വീഡിയോയുടെ ഇത് കാണിച്ചിട്ടുണ്ടാവും ഒരു കോളത്തിൽ. അത് ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ പിന്നെ നമ്മൾ ഗ്യാലറിയിലേക്ക് പോകും. അപ്പോൾ അതിൽ ഏത് വീഡിയോ ആണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് സെലക്ട് ചെയ്ത് വെക്കുക ഇതുപോലെ. അപ്പോൾ ഇപ്പോൾ ഗ്യാലറിയിൽ നിന്ന് നമ്മൾ വീഡിയോ സെലക്ട് ചെയ്ത് അതാണ് അപ്ലോഡ് ചെയ്യേണ്ടതെങ്കിൽ അങ്ങനെ സെലക്ട് ചെയ്ത് അതെടുക്കുക. ഇനി അങ്ങനെയല്ല വേണ്ടത്, നമുക്ക് ഡയറക്റ്റ് ഷോർട്ട്, അതായത് ആരെങ്കിലും ഒരാൾ ഇട്ടതിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ഷോർട്ടാണ് അപ്ലോഡ് ചെയ്യേണ്ടത് എങ്കിൽ നമ്മൾ ആ ഷോർട്ട് ഏതാണെന്ന് വെച്ചാൽ ആ ഷോർട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് സൈഡിൽ നമുക്കത് ഈ ഷോർട്ട്, അതായത് ആ ഓഡിയോ യൂസ് ചെയ്തിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ യൂസ് ഓഡിയോ എന്നുള്ളത് ഇവിടെ കാണുന്ന പോലെ യൂസ് ഓഡിയോ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് വീഡിയോ ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഈ സൗണ്ട് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ദിസ് സൗണ്ട് കണ്ടില്ലേ, അപ്പം നമ്മളതുപോലെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിൽ എന്ത് വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ആ ബാക്ക്ഗ്രൗണ്ട് ആ സൗണ്ട് വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യുക. എന്നിട്ട് ലാസ്റ്റ് ഇതിനകത്ത് നമുക്ക് ഇനി എന്നിട്ട് കണ്ടൻറ്റ് കൊടുക്കണം. ഇതിൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ടൻറ്റ്. എന്താണ് കണ്ടൻറ്റ്? നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ്, ഇപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നതിന് യോജിച്ചിട്ടുള്ള കണ്ടൻറ്റ് സെലക്ട് ചെയ്യുക, അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നമ്മളിപ്പോൾ ഈ വീഡിയോ സെലക്ട് ചെയ്തു, ഈ വീഡിയോയ്ക്ക് യോജിച്ചൊരു കണ്ടൻറ്റ് നമ്മളിപ്പോൾ അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതുപോലെ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തു. ഈ കണ്ടൻറ്റ് ടൈപ്പ് ചെയ്തു നമുക്ക് ഇനി ഇത് വേണമെങ്കിൽ ഒരു റിലേറ്റഡ് വീഡിയോ താഴത്തോട്ട് നോക്കുമ്പോൾ റിലേറ്റഡ് വീഡിയോ കാണാം. ഈ റിലേറ്റഡ് വീഡിയോ നമ്മൾ അവിടെ ഏതെങ്കിലും മുന്നേ ചെയ്ത വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് റിലേറ്റഡ് ആയിട്ട് വേണമെങ്കിൽ സെലക്ട് ചെയ്തിടാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പഴയ വീഡിയോസൊക്കെ കാണും. ഇതിലിപ്പോൾ നമ്മൾ ഒരു പഴയ വീഡിയോ എടുത്തു, റിലേറ്റഡ് വീഡിയോ ഇട്ടു. അപ്പോൾ റിലേറ്റഡ് വീഡിയോ ആയിട്ട് നമ്മൾ ഈ വീഡിയോ കണ്ടുമ്പോൾ അതിനോട് റിലേറ്റഡ് ആയിട്ട് അത് എഴുതി കാണിക്കും. അപ്പോൾ നമുക്ക് മറ്റുള്ള ഒരാൾക്ക് കാണുമ്പോൾ അത് എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് അങ്ങനെ റിലേറ്റഡ് വീഡിയോ വന്നേക്കുന്നത്. അത് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് അപ്ലോഡ് വീഡിയോ കൊടുക്കാം. ഇത് അപ്ലോഡ് ചെയ്യാൻ കൊടുത്തു. ഇനി നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. പിന്നെ ഒരു യൂട്യൂബ് ചാനലുള്ള ആൾക്ക് എന്തായാലും വേണ്ട ഒരു ആപ്പാണ് YT സ്റ്റുഡിയോ എന്നുള്ളത്. അപ്പോൾ അതില്ലാത്തവരാണ് എങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയവരോ അല്ലെങ്കിൽ തുടങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരൊക്കെയാണ് എങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയി ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് അതിനകത്ത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ചാനലൊക്കെ കാണാൻ കഴിയും. അപ്പം നമ്മൾ ഈ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ ഓപ്പൺ ചെയ്യാണ്. നമ്മുടെ ഫോണിൽ പോയിട്ട് ആപ്പ് എടുത്ത് സെലക്ട് ചെയ്തു. ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ നമ്മളിട്ട വീഡിയോ അപ്ലോഡ് ആയെങ്കിൽ ആ വീഡിയോ കാണിക്കും. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞു ഇതിൻ്റെ മുകളിലായിട്ട് ഒരു എഡിറ്റ്, അതായത് ഒരു പെൻസിൽ മാർക്ക് കാണുന്നുണ്ടല്ലോ, അതുപോലെ ഒരു പെൻസിൽ മാർക്കിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിനി എഡിറ്റ് ചെയ്യാം. കുറച്ച് കാര്യങ്ങളും കൂടെ ഇതിനകത്ത് എഡിറ്റ് ചെയ്തിടാനുണ്ട്. നമ്മളൊരു കമൻറ്റ് പോലെ ഇത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനകത്ത് നമുക്ക് കുറേ കാര്യങ്ങളും കൂടെ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തണമെങ്കിൽ നമ്മളിപ്പോൾ ഓരോരുത്തരുടെ വീഡിയോ യൂട്യൂബിൽ എങ്ങനെയായിരിക്കും നമ്മൾ സെലക്ട് ചെയ്ത് നമ്മൾ സെർച്ച് ചെയ്യുന്നത്, കോമഡി വീഡിയോസിനോ ഫണ്ണി വീഡിയോസിനോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസിനോ അങ്ങനെ എന്ത് വീഡിയോ ആണ് സെർച്ച് ചെയ്യാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അതിലിടാം. അപ്പം ഞാൻ ഈ വീഡിയോയിൽ കോമഡി ആണ് എങ്കിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കോമഡി #ഇട്ട് വേണം എല്ലാം ഇടാനായിട്ട്. അപ്പോൾ കോമഡി #, ഫണ്ണി #,
പിന്നെ വൈറൽ ഷോട്ട്, ഹാഷ്ടാഗ് അങ്ങനെയുള്ളൊക്കെ കാര്യങ്ങളൊക്കെ എന്ത് രീതിയിൽ സെർച്ച് ചെയ്താലാണ് ഈ വീഡിയോ കിട്ടാൻ ചാൻസ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അതിനകത്ത് ഞാൻ ടൈപ്പ് ചെയ്തിടുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ഇത് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം ഹാഷ്ടാഗ് ഇട്ട്. അപ്പോൾ നമ്മളിത് നടുക്ക് നോക്കിയിട്ട് അത് മാറ്റി ഇനി അത് നമ്മൾ യൂട്യൂബ് ഒന്നുകൂടെ എടുക്കുക. അതിന് ആദ്യം നമ്മൾ യൂട്യൂബിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ കോപ്പി ചെയ്ത് ഇടുമായിരുന്നെങ്കിൽ നമ്മളിത് മാറ്റണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് കോപ്പി ചെയ്യാം. ആ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യുന്നത്, നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂട്യൂബിലേക്ക് പോകുക. യൂട്യൂബിലേക്ക് ചെന്ന് കഴിയുമ്പോൾ യൂട്യൂബിൻ്റെ നമ്മുടെ ഫോട്ടോയൊക്കെ ഉള്ള അവിടെ ഇപ്പോൾ നമ്മുടെ പ്രൊഫൈൽ എടുക്കുമ്പോൾ അതിൽ ആ 3 കുത്ത് മുകളിൽ കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു ഷെയർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കോപ്പി ലിങ്ക് ഉണ്ട്. അങ്ങനെ കോപ്പി ലിങ്ക് എടുക്കുക. നമ്മൾ ലിങ്ക് ഇപ്പോൾ നമ്മുടെ ലിങ്ക് കോപ്പി ചെയ്തു. ഇനി ഈ ലിങ്ക് കൊണ്ടുപോയി നമ്മുടെ വൈറ്റി സ്റ്റുഡിയോയിൽ ബാക്ക് അടിച്ച് പോയി വൈറ്റി സ്റ്റുഡിയോ ഒന്നുകൂടെ ഓപ്പൺ ആക്കിയിട്ട് ഈ ഹാഷ്ടാഗ് അടിച്ച് വെച്ചിട്ടുള്ളിടത്ത് ഒരു ഹാഷും കൂടി അടിച്ചിട്ട് നമ്മുടെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. ആ കോപ്പി ചെയ്ത ലിങ്ക് ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. അപ്പം നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അവിടെ പേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നമുക്ക് ഡയറക്റ്റ് യൂട്യൂബ് ചാനലിലേക്ക് പോകാനായിട്ടും ഒക്കെ ഹെൽപ്പാവും ഇങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഇതിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞാൽ താഴത്തോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ആഡ് ടാഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ടാഗിനകത്ത് നമ്മൾ എടുത്തു കഴിയുമ്പോൾ നമ്മുടെ യൂട്യൂബിൻ്റെ പേര് ആവശ്യമൊന്നുമില്ലാതെ ഇപ്പോൾ ഞങ്ങളുടെ യൂട്യൂബിൻ്റെ പേര് രഞ്ജു എലിസബത്ത് എന്നാണ്. അപ്പോൾ രഞ്ജു എലിസബത്ത് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. അലോ നമ്മുടെ വീഡിയോ ഒക്കെ അലോ ചെയ്തത് നമ്മൾ ചെയ്തേക്കുന്ന വീഡിയോ മറ്റുള്ള ഒരാൾക്ക് കാണുമ്പോൾ ആ വീഡിയോ മൊത്തത്തിൽ എടുത്തിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ എന്തെങ്കിലും കറക്ഷൻസ് വരുത്തി വേറെ രീതിയിൽ അത് അപ്ലോഡ് ചെയ്യാൻ പറ്റണമോ അല്ലെങ്കിൽ വേണം അങ്ങനെ ചെയ്യണോ എന്നുള്ളതാണ് ഇത്. അത് നമുക്ക് വേണ്ടെങ്കിൽ നമ്മുടെ ഓഡിയോ മാത്രം അങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷൻ. അപ്പോൾ ഈ രണ്ടാമത്തെ ഓപ്ഷനാണ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത്. പിന്നെ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടതായിട്ട് ഞാൻ കൂടുതലായിട്ടൊന്നും ടൈപ്പ് ചെയ്യുന്നില്ല, വായിച്ച് നോക്കിയാൽ നിങ്ങൾക്കൊക്കെ അറിയാം. കൂടുതലായിട്ട് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ ഇത്ര ചെയ്യുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സേവ് ഉണ്ട്. സേവ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും കാര്യങ്ങൾ കറക്ഷൻസ് യൂട്യൂബിൽ നമ്മളിട്ട വീഡിയോയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര സിമ്പിളാണ് ഒരു വീഡിയോ ഷോർട്ട് അപ്ഡേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതിന് വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.